Hello friends, welcome to Nista Gallery. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഹണി കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഹണി കേക്ക് എല്ലാ കേക്കും പോലെ സ്പോഞ്ച് തയ്യാറാക്കലല്ല. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. ഹണി കേക്കിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഹണി, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ. ഈ കേക്കിന് നല്ലത് ബ്രൗൺ ഷുഗർ ആണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ വൈറ്റ് ഷുഗർ എടുക്കാവുന്നതാണ്. പിന്നെ മൈദ, 3 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഹണി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്കർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നല്ല പോലെ ഇത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടി ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ബട്ടർ മെൽറ്റാകുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളും ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് കുറച്ചായി ആഡ് ചെയ്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യണം. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായി ആഡ് ചെയ്യുന്നത്.
ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് മൈദ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരൽപ്പം മൈദ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തൂകുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതല്പം സ്റ്റിക്കിയാണ്. നമുക്ക് നല്ലോണം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. കുഴച്ചെടുത്ത മാവ് ഞാൻ കട്ട് ചെയ്ത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ നമുക്ക് കുറച്ച് മൈദമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് വേറൊരു ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാം. നമുക്കിത് പതുക്കെ ഈ ബട്ടർ പേപ്പർ മേലുള്ള ബട്ടർ പേപ്പർ ഊരി മാറ്റാം. എന്നിട്ട് നമുക്കിതൊരു വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒരേ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതേപോലെ ബാക്കി എല്ലാ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. ഓവനിലല്ല ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, പൊങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി. എന്നാലേ നമ്മളെ കേക്ക് ക്രീം ചെയ്താലേ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിതൊന്ന് ഒരു ഫ്രൈങ് പാനിൽ ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ റെഡി ആക്കിയിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് കുക്കായതിന് ശേഷം മാത്രമാണ് ഈ ബട്ടർ പേപ്പർ ഊരിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കാകുമ്പോഴേക്ക് ഞാൻ ഒരെണ്ണം കൂടി പരത്തട്ടെ. പരത്തുമ്പോൾ ബട്ടർ പേപ്പറിൽ നല്ലപോലെ
പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ സ്റ്റിക്ക് ആവില്ല. ഇതൊരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഇത് നല്ലോണം കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയെല്ലാ മാവും നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 6 പീസാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി വന്ന സൈഡ് മുറിച്ച ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുപോലെ അതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിമ്പിൾ ഡെക്കറേഷനാണ് ഇതിന് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് ബാക്കി വന്ന ഭാഗം ചുട്ടെടുത്ത് ഇതുപോലെ പൊടിച്ചിട്ടുള്ളത്. നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് പകരം ഇവിടെ ഹണി സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് നോക്കാം. ക്രീം ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ലെയർ ചെയ്ത് തുടങ്ങാം. അതിനെ ഞാൻ ആദ്യം തന്നെ ഒരു ഇത് വെച്ചു. ഇനി നമുക്കിത് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അടുത്ത ലെയറും ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുത്താൽ മാത്രം മതി. ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ എല്ലാ ലെയറും ക്രീം ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ക്രീം കൊണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ അതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരും. കേക്ക് ഞാനിവിടെ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിതാ ഈ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെക്കറേഷൻ വളരെ സിമ്പിളാണ്. ഈ പൗഡർ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കലാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കുമായി ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ സൈഡൊക്കെ കവർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.